എപ്പോഴും വന്ന് കരയെ തഴുകുന്നതുകൊണ്ടോ, അകലും തോറും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതുകൊണ്ടോ, ഒരു വലിയ ജീവസമൂഹത്തെ മുഴുവൻ ഈ മടിയിൽ ചേർത്ത് വെച്ചതുകൊണ്ടോ, സകല ജീവന്റെയും ഉറവിടമായതുകൊണ്ടോ, എത്ര കലുഷിതമായ മനസ്സുകൊണ്ട് നിന്നാലും അല്പനേരത്തെ സാമീപ്യം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നതുകൊണ്ടോ, ഒട്ടനേകം സംസ്കാരങ്ങളിലും സാഹിത്യങ്ങളിലും ഈ കടൽ ഒരു അമ്മയായി ചിത്രീകരിക്കപ്പെടുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ആ വീട്ടിൽ ഒരു നല്ല അമ്മ ഉണ്ടായിരിക്കുക എന്നതാണ്. ഈ ലോകം മുഴുവൻ്റെയും അമ്മയായി ദൈവപുത്രന് ജന്മം നൽകി ദൈവ മാതാവായി മാറുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജന്മമെടുക്കുക തൻ്റെ സൃഷ്ടാവിൻ്റെ വലിയ സ്വപ്നവും പേറിക്കൊണ്ടാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലെവിടെയോ മറഞ്ഞു പോകാമായിരുന്ന ഒരു സ്വപ്നത്തെ ജീവിതം കൊണ്ട് അതിൻ്റെ പരിപൂർണതയിലെത്തിച്ച ഒരു സ്ത്രീയുടെ ജനനം നാം ആഘോഷിക്കുന്നു. ജനനം കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവനും ജീവിതവും കൊണ്ട്, ചിത്തവും ചിന്തയും കൊണ്ട്, വാക്കുകളും ചെയ്തികളും കൊണ്ട് ദൈവപുത്രന് അമ്മയായി സകലരുടെയും മാതാവായി തീർന്ന പരിശുദ്ധ കന്യക മറിയം തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുകൊണ്ട് ഈ ദൈവകുമാരൻ നടന്നുപോയ ബെത്ലഹേം മുതൽ കാൽവരി വരെയുള്ള ജീവിതയാത്രയിൽ ക്രിസ്തുവിന് ഒട്ടും പിന്നിലല്ലാതെ അനുധാവനം ചെയ്ത ഒരമ്മ. നമ്മുടെ ജീവിതയാത്രയിൽ ഹൃദയം പൊട്ടി വിളിക്കുന്നവർക്കെല്ലാം സാന്നിധ്യമായി മാറിയ അമ്മ. ജീവിതാനുഭവങ്ങളിൽ വിരിയുന്ന ദൈവകൃപയെ കണ്ടെത്തുവാനും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും സ്തോത്രഗീതം ആലപിക്കുവാനും അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടുവെന്ന് സഭ പഠിപ്പിക്കുന്നു. ആ അമ്മ ദൈവകൃപയാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തയായി, അതുപോലെ മാമോദീസായുടെ പുതുജന്മം സ്വീകരിച്ച നാം എല്ലാവരും, കുമ്പസാരമെന്ന കൂദാശയിലൂടെ കഴുകപ്പെടുന്ന നാം എല്ലാവരും ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ, ജീവിതത്തിലെ ദൈവകൃപകൾ കണ്ടെത്തി ജീവിക്കുവാൻ, ദൈവീക പുണ്യങ്ങൾ നിറഞ്ഞ പുണ്യപ്പെട്ട ജീവിതങ്ങളായി മാറുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ജീവിതത്തിലെ കയ്പുനീരനുഭവങ്ങളിൽ അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ. പ്രത്യാശയറ്റ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് സാമീപ്യമായി തീരട്ടെ. വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ അമ്മ നമുക്ക് മാതൃകയായി തീരട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.